കംസവധത്തിനു ശേഷം കൃഷ്ണനും ബലരാമനും ഉജ്ജയിനിയിലെ സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിലെത്തി. വെറും 64 ദിവസങ്ങൾ കൊണ്ട് സകല കലകളും വേദങ്ങളും അവരഭ്യസിച്ചു തീർത്തു. സന്ദീപനി മഹർഷിയുടെ മകനെ കൃഷ്ണനും ബലരാമനും യമലോകത്തുനിന്ന് ജീവനോടെ തിരിച്ചുകൊണ്ടുവന്ന് ഗുരുദക്ഷിണയായി നൽകി. ഈ സമയത്താണ് കംസന്റെ ഭാര്യമാരായ അസ്ഥിയുടെയും പ്രാപ്തിയുടെയും പിതാവും മഗധയിലെ ശക്തനായ രാജാവുമായ ജരാസന്ധന്റെ മരുമകന്റെ വധത്തിന് പ്രതികാരം ചെയ്യാൻ മധുരയെ 17 തവണ ആക്രമിക്കുന്നത്. ഇതറിഞ്ഞ കൃഷ്ണനും യാദവ സൈന്യവും ജരാസന്ധന്റെ ആക്രമണങ്ങളെ ചെറുത്തു. നിരന്തരമായ ആക്രമണങ്ങളിൽ നിന്നും യാദവരെ സംരക്ഷിക്കാൻ കൃഷ്ണൻ അവർക്കായി സമുദ്രതീരത്ത് ദ്വാരക എന്ന പുതിയ നഗരം നിർമ്മിച്ചു. മധുരയിലെ ജനങ്ങളും യാദവ ജനങ്ങളും സുരക്ഷിതരായി. വളരെ പെട്ടെന്ന് തന്നെ ദ്വാരക ഐശ്വര്യപൂർണമായ രാജ്യമായി മാറി. ശ്രീകൃഷ്ണൻ അവിടെ നിന്നാണ് ഭരണം ആദ്യമായി നടത്തിയത്. അവിടം സന്തോഷത്തിന്റെ ഉറവിടമായിരുന്നു. ദ്വാരകാനാഥനായി ഭരണം നടത്തി വരുമ്പോഴാണ് വിദർഭയിലെ രാജാവ് ഭീഷ്മകന്റെ മകളായ രുക്മിണിയുടെ പ്രണയ സന്ദേശം കൃഷ്ണനെ തേടിയെത്തുന്നത്. കൃഷ്ണന്റെ ഗുണഗണങ്ങൾ കേട്ടറിഞ്ഞ നാൾ മുതൽ രുക്മിണിയുടെ മനതാരിലുണർന്നത് അനുരാഗമായിരുന്നു. അദ്ദേഹത്തെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് അവൾ ഉറപ്പിച്ചു. ശ്രീകൃഷ്ണൻ രുക്മിണിയെ പത്നിയാക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ അവളുടെ സഹോദരൻ രുക്മി ഇതിനെ എതിർത്തു. അവൻ കംസന്റെയും ജരാസന്ധന്റെയും സുഹൃത്തായിരുന്നു. ശിശുപാലനുമായുള്ള വിവാഹത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ രുക്മിണി ഒരു ബ്രാഹ്മണൻ വഴി കൃഷ്ണന് സന്ദേശമയച്ചു. തന്നെ രക്ഷിക്കണമെന്ന് അവൾ ആവശ്യപ്പെട്ടു. സന്ദേശം ലഭിച്ച ഉടൻ കൃഷ്ണൻ വിദർഭയിലേക്ക് തിരിച്ചു. ബലരാമൻ യാദവ സൈന്യവുമായി പിന്നാലെ പുറപ്പെട്ടു. വിവാഹ ദിവസം ക്ഷേത്രത്തിൽ നിറങ്ങിയ രുക്മിണിയെ എല്ലാവരും നോക്കി നിൽക്കെ കൃഷ്ണൻ രഥത്തിൽ കൊണ്ടുപോയി. രുക്മിണിയെ കൃഷ്ണൻ കൊണ്ടുപോകുന്നത് കണ്ട് ജരാസന്ധൻ ആക്രമിക്കാൻ വന്നു. എന്നാൽ ബലരാമനും സൈന്യവും അവരെ തടഞ്ഞു നിർത്തി. രുക്മി മാത്രം പിന്തുടർന്ന് ശ്രീകൃഷ്ണനെ ആക്രമിച്ചു. എന്നാൽ രുക്മിയെ കൃഷ്ണൻ അനായാസം പരാജയപ്പെടുത്തി. തുടർന്ന് ദ്വാരകയിലെത്തി. കൃഷ്ണനും രുക്മിണിയും ബലരാമനും യാദവ ജനങ്ങളുടെ സാന്നിധ്യത്തിൽ വിവാഹം നടത്തി.